ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ മാച്ചാണ്. കഴിഞ്ഞ കളി നമ്മൾ ജയിച്ചു. ഇന്ന് രണ്ടാമത്തെ കളി നമ്മുടെ ഇവിടുത്തെ ഹോം ടീം, അതായത് ഈ ടൂർണമെൻറ്റ് നടത്തുന്ന അവരുടെ ടീമായിട്ടാണ് നമുക്ക് മാച്ച്. ടോസ് നമുക്ക് കിട്ടി, നമ്മൾ ബാറ്റിംഗ് ചൂസ് ചെയ്തേക്കാണ്. ഫസ്റ്റ് കളി കഴിഞ്ഞു, കുറച്ച് കളി ഇവിടെ കണ്ടപ്പോൾ നല്ല റൺസൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാറ്റിംഗാണ് എടുത്തത്. സോ നമ്മൾ ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. വേണ്ട ഗ്ലൗസ് എടാ, സൈഡ് ഗ്ലൗസ് കൊണ്ടുകൊടുക്ക. വേണം. കളിച്ചോ, നല്ല ഇന്റന്റ് ആണ്. ഡോക്ടറെ കീപ്പറെ കൊല്ലല്ലേ മുംബൈയിലെ നല്ല വിദ്യാഭ്യാസം. അതെന്താ ഇപ്പോ
എന്റെ പൊന്നാര അബിയെ വെയിറ്റ് കൊണ്ട് മോനാ അല്ലോ അയ്യോ സ്ലിപ്പായി അയ്യോ കഷ്ടക്കാലം എത്തൂല എത്തൂല ഓടിക്കോ ഓടിക്കോ ആരെത്തൂല ആരെത്തൂല എടാ അയ്യോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് 10 ഓവർ 118 റണ്ണാണ് നമ്മൾ അടിച്ചത്. അതുമാതിരി അമ്പയർ ഫുള്ള് ഈ സംഘാടകർ ടീമിൻ്റെയാണ് അമ്പയർ. എൻ്റെത് ഔട്ടല്ല, ബാറ്റിൽ പോലും കൊണ്ടില്ല, അതിനെ കൈയും പൊക്കി അങ്ങ് വിട്ട് കൊടുത്തു. പിന്നെ വൈഡൊക്കെ പോയതൊന്നും അവന്മാർ വിളിക്കില്ല, അവന്മാർ ഭയങ്കര അലമ്പ് അമ്പയർമാർ. ഇനി എന്തായാലും നോക്കാം, നമ്മളതിലും അലമ്പ് റോങ് വല്ലതും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളി നിർത്തി ഇങ്ങ് വരും, അത് വേറെ കാര്യം. പൊരുതിയിട്ട് വരാം ഗൈസ്. പകുതി ദിവസം പോയിട്ടുണ്ടാവും. ഞാൻ അവിടെ കുപ്പിച്ചത്
8x 8x Am I batting with 1 or 2? Was batting with a Silka. கம்ப்ளீட் பண்ணிட்டு வாங்க எஃபெக்ட் போட்டு ഗൈസ്, സെക്കൻഡ് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തോറ്റു. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓൾ ഔട്ടായി. 17ാമത്തെ ഓവർ 18ാമത്തെ ഓവർ ഓൾ ഔട്ടായി. 17 ഓവർ കഴിഞ്ഞപ്പോൾ 17.1 യെസ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആ ഫുള്ള് കളിച്ച് നമ്മൾ ജയിച്ചു. നമ്മൾ അവസാനത്തെ ഓവർ വരെ കൊണ്ടുപോയി. അവിടെ നിന്ന് പോകും. നമ്മൾ തോക്കാൻ മെയിൻ റീസൺ നമ്മൾ 17ാമത്തെ ഓവറിൽ ഓൾ ഔട്ടായി. 20 ഓവർ കളിച്ചിരുന്നെങ്കിൽ എങ്ങനെ പോലും ഒരു 20 റണ്ണ് കൂടെ വരുമായിരുന്നു ഉറപ്പായിട്ടും. അവരെ മെയിൻ 3 വിക്കറ്റ് ഫസ്റ്റ് 30 റണ്ണിൽ വീഴുന്നു. ഒരു 4ാമത്തെ വിക്കറ്റിൽ ഒരു പാർട്ണർഷിപ്പ് ഒരു 50 റണ്ണ് കൊണ്ടുപോയി. അവരെ ബോളിംഗ് അല്ല, ബാറ്റിംഗ് നല്ല കളിക്കുണ്ടോ, കളി കൊണ്ടുപോകണം. മെച്യൂരിറ്റി ഉണ്ട് കളി. പിന്നെ അതുപോലെ തന്നെ ഇവരെ ബോളെന്ന് പറയുന്നത് 40ലാണ് പറഞ്ഞത്. അത് അത് പറയാനുണ്ട്. ഈ തമിഴ്നാട്ടിൽ വന്ന് കഴിഞ്ഞാലുള്ള മെയിൻ ഇവരെ ഇല്ലീഗൽ ആക്ഷൻ ആണ്. ഞാനും കുറെ കളി കൊണ്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു ടീമിൽ യാവനെങ്കിലും ഒരുത്തൻ കൈമടക്കാണ്. മടക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓടി വന്നിട്ട് ഈ മാങ്ങ എറിയൂലേ, അമ്മാരി മടക്ക്. അമ്പയറിനെ നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. അതില് അത്രയും മടക്കല്ല, പക്ഷെ മടക്കാണ്. നിങ്ങൾക്ക് അതിൽ ഒരു അമ്പയർ ഓക്കെ ആയിരുന്നു, ഒരു അമ്പയർ അവരെ സൈഡായിരുന്നു. കാരണം സംഘാടക ടീമാണ്. അതുകൊണ്ട് 12 പേരുണ്ടായിരുന്നു, 11 പേരും ഒരു അമ്പയർ. അവനാണെങ്കിൽ ഒരു വിധത്തിൽ ഇവന്റെ ഒരു വൈഡ് ഒന്നല്ല 2 വൈഡ്. അത് പിന്നെ നമുക്ക് അവൻ LB വല്ലതും വന്നാൽ അപ്പം വിളിക്കുകയില്ല, ഒരു പറക്കയില്ല, ഒന്നും ചെയ്യില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇപ്പൊ ഒരാള് ഇല്ലീഗൽ ആക്ഷനിൽ സാധനം എറിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ അമ്പയർ നോക്കാം. ഒന്ന് അടുത്ത കറക്കി അടുത്ത മടക്കി കഴിഞ്ഞാൽ അപ്പം നോ ബോളാണ് വിളിക്കേണ്ടത്. ആ അമ്പയർ ശരിക്കും. എന്റെ ഏറ്റവും അവസാനം ഞാൻ പോയിട്ട് അവൻ്റെ ബ്രോ പുരീത് ഫസ്റ്റത്തെ ഓവർ അറിഞ്ഞില്ലേ, ദൈവദേശമില്ലാത്ത മടക്ക്. രണ്ടാമത് പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ഒരു വിധമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റല്ല. ഫുൾ സ്ലീവ് ഇട്ടുണ്ടോ എന്നിട്ട് കുഴപ്പമില്ല. നാളെ ഇനി ഒരു കളിയും കൂടി ജയിച്ചാൽ അത്യാവശ്യം നല്ല റൺ റേറ്റിൽ നമ്മൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോ റൺ റേറ്റിന്റെ ഇവരുടെ കളികൾ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യും. സത്യം പറയാം, നാളെ നല്ലൊരു കളിയും കൂടി കളിച്ചതിന് ശേഷം ജയിച്ചാൽ വൈകിട്ടൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും. അഥവാ തോറ്റ അപ്പം തന്നെ വീട്ടിൽ പോവാം. അതാണ്
നമ്മുടെ പരിപാടി സ്കീം. ഞാൻ ബാറ്റിങ്ങിൽ സാറ്റിസ്ഫൈഡ് അല്ല, വലിയ റൺ അടിച്ചില്ല. ദീപക്കും അതേ മുഖം വേടാ, വിഷമിച്ച്. നീയും വലിയ വഴിയില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇന്നില്ലെങ്കിൽ നാളെ ഒരു സച്ചു ഫീൽഡിൽ ആദ്യം ആയതുകൊണ്ടായിരിക്കണം വിഷമം പറഞ്ഞാൽ ഞാൻ 5-6 ഡക്കൊക്കെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കംബാക്ക് കൊടുക്കണം, അതാണ് ക്രിക്കറ്റ്. മനസ്സിലായ? വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ആകെ ഒരു ആശ്വാസം 2 വിക്കറ്റ് കിട്ടി. ബോളിംഗ് ചെയ്ത് സച്ചു നന്നായിട്ട് ബോളിംഗ്, നല്ല ബോളിംഗ് ആയിരുന്നു. അതല്ല ഒരു ആശ്വാസം. പക്ഷെ എങ്കിലും ബാറ്റിൽ കയറാതെ വരുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ നമുക്ക്, അതെനിക്കുണ്ട്. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാൽ ബാറ്റ് നമ്മളെ കളി വരാത്തതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അത് നമ്മൾ നാളത്തെ കളിയിൽ നമ്മൾ സെറ്റാക്കാൻ ശ്രമിക്കും. ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, ഇതൊക്കെ അത്രേ ഉള്ളൂ. ക്രിക്കറ്റ് ആകുമ്പോൾ എല്ലാ കളിയും നമുക്ക് 20 റണ്ണ് 30 റണ്ണ്. അങ്ങനെയാണെങ്കിൽ വിരാട് കോഹ്ലി എത്ര കളി ഡക്കാവണം? നമ്മൾ അവരെ കമ്പയർ ചെയ്യണല്ല, അവര് പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ആണ്. അവരെത്ര കളി ഡക്കാവണം? കളി എന്ന് പറയുമ്പോൾ എല്ലാം സംഭവിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണവരാണ് സ്പോർട്സ്മാൻ. അതെ, ഈ കമന്റ് ഇടുന്നവർ അത് അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഒരിക്കലും ഞാൻ നിങ്ങളെ തിരുത്താൻ വരത്തില്ല. കാരണം നിങ്ങൾ എത്ര പറഞ്ഞാലും തിരില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കമന്റ് ആണ് നമ്മൾ മോട്ടിവേഷൻ. സത്യം, അത് സത്യം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ഈ കമന്റ് ഇടുന്ന ആരെങ്കിലും കൊണ്ട് നമുക്ക് നെറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ എനിക്കറിയാവുന്ന പോലെ ക്രിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സച്ചു, ഇപ്പൊ നീ ഇങ്ങനെ വീഡിയോ ഇടുന്നതാണ് നിന്റെ എൻജോയ്മെന്റ്. അവന്മാര് എൻജോയ്മെന്റ് വന്ന് 10 കമന്റ് ഇടുമ്പോ അവന്മാർക്ക് സാറ്റിസ്ഫിക്കേഷൻ, അത്രേ ഉള്ളൂ. അല്ലല്ലേ, ഞാൻ വേറെ ഒന്നുമല്ല. ഞാൻ വീഡിയോ ഇടുന്ന വെച്ചാൽ നാളെ ഒരു സമയമാകുമ്പോൾ ഞാൻ വയസ്സാവും, ഇല്ല എനിക്ക് എണീറ്റാ പൊങ്ങാത്ത അവസ്ഥകൾ വരും. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല ക്രിക്കറ്റ് കളി, അത് ഇപ്പോഴും ഞാൻ എൻ്റെ ഹൈലൈറ്റ്സിൽ പണ്ടത്തെ ഒരു ക്രിക്കറ്റ് അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അയ്യോ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള ഒരു സംഭവം. ഇപ്പം നമ്മുടെ കൂടെ വ്ളോഗ് ഇരുന്നാലും പണ്ടത്തെ വ്ളോഗ് കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. നമ്മളെല്ലാ ആൾക്കാരും കൂടിയുള്ള ഒരു വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞേ, നിങ്ങൾ എവിടെയൊക്കെയുള്ള നല്ല സമയങ്ങൾ വീഡിയോ എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു സമയം അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ചിലപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർ അപ്പോഴും കാണില്ല, ചിലപ്പോൾ പുറം രാജ്യത്തായിരിക്കും. അതെ, പുറം നാട്ടിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ നമ്മളെ കൂടെയുള്ള. അതെ അതെ അതെ, നമ്മളെല്ലാവരും നാളത്തെ ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആവും. നമ്മൾ ഒരിക്കലും നമ്മളെപ്പോലെ ആവണം മറ്റുള്ളവരെന്ന് ഒരിക്കലും വിചാരിക്കലും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ എന്താണോ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കുക. മറ്റുള്ളവർ നമ്മളെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഒരിക്കലും എന്നെ പോലെ ആവണം മറ്റുള്ളവരാണെന്ന് ഞാൻ ചിന്തിക്കില്ല. അവർ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്. ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അവരുടേതായ ഇഷ്ടമുണ്ട്. നമ്മൾ ആരെയും വേദനിപ്പിക്കാതെയും എല്ലാം ചെയ്യാതെ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അമർ ചവിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു നിമിഷം മതിയില്ലേ നമ്മൾ അനുഷ്ഠന്റെ അവസ്ഥ. ഞാനൊക്കെ തട്ടിപ്പോയ നിങ്ങൾക്ക് നാളെ എന്റെ കളി ശരിയാക്കാൻ നിങ്ങൾ കാണൂല. പക്ഷെ അല്ല, ഞാൻ കാണൂല. നീ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇറക്കല്ലേ നമ്മളെ. 10 കളി കൂടി കളിക്കണം. ഇപ്പോഴായിട്ട് തുടങ്ങിയിട്ടുള്ളടാ. 4 നല്ല ഗ്രൗണ്ട് കണ്ടിട്ട് ഇപ്പോഴാണ്ടാ. അതെ, എല്ലാ ആൾക്കാരും ഇതിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും അത്രയും പ്രാന്തായതുകൊണ്ടാണ് അവിടെ നിന്ന് സേലം വരെയൊക്കെ വന്ന് കളിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും ഫ്രീ അല്ല. നമ്മൾ ഗ്രൗണ്ടിന് പൈസ കൊടുത്ത് നമ്മൾ ഇത്രയും പെട്രോൾ അടിച്ചതെല്ലാം പറഞ്ഞാൽ നമ്മളൊരു ഇതാണ്. നാളെ ഇതിൽ ഈ ഒരു കളിയെ നമ്മളെ ഈ ക്രിക്കറ്റ് ഓരോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കളിക്കാൻ തോന്നി, അതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. കാരണം ചില ആൾക്കാർ അവർക്ക് അവസരം കിട്ടാത്ത, അവൻ ചിലപ്പം വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് പറ്റും. പക്ഷേ അതിനുള്ള നിങ്ങളടുത്തുള്ള ആരെങ്കിലും ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജോയിൻ ചെയ്യുക, അവരോട് നെറ്റ് ചെയ്യുക, എന്നിട്ട് അങ്ങനെയൊക്കെ ലീഗൊക്കെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കളി കിട്ടും. ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ ഗ്രൗണ്ടുകളുള്ള അനുസരിച്ച് കളി കിട്ടും. പിന്നെ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കളിക്കുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സന്തോഷം. ഇപ്പം നമ്മൾ നോക്കിയപ്പം സിനിമ ഫീൽഡിലുള്ളവർക്ക് ക്രിക്കറ്റ് ടീമുണ്ട്, ഈ TV ചാനൽ ചെയ്യുന്നവർക്ക് ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പം നമ്മളൊരു ടീമിനും കൂടി ഈ CCL കളിച്ചപ്പോഴത്തെ പറഞ്ഞാലും കളി ജയിച്ചാലും തോറ്റാലും രാവിലെ മുതൽ വൈകിട്ട് ഒരു ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീലുണ്ട്. അത് ടെന്നീസ് ബോളിൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടെ. ലെതർ ബോളിൽ കളിക്കുമ്പം ഒരു ഫീലുണ്ട്. 20 ഓവർ ഗ്രൗണ്ടിനകത്ത് നിന്നിട്ട് കളി ജയിച്ചാലും തോറ്റാലും ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീലുണ്ട്. പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഈ ലെതർ ബോൾ ക്രിക്കറ്റിനെ ടെന്നീസുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. അതെ, അതാണ് കാരണം. ഇതിലെന്ന് പറഞ്ഞ കുറെ മൈൻഡ് ഇതെല്ലാം വച്ചിട്ടുള്ളൊരു കളിയാണ്. പിന്നെ നമ്മൾ ഓർമ്മയുണ്ട് അനീഷ്, നമ്മൾ പണ്ട് ഞായറാഴ്ച ഒരു ദിവസം രാവിലെ ടെന്നീസ് കളിക്കാൻ ഇറങ്ങി വൈകിട്ട് 2 കളിയായിട്ട് കളിച്ചോണ്ടെങ്കിൽ എന്റെ കളിയേ അല്ല. ഇന്ന് 2 കളി ഒരേ തട്ടിന്
സിംഗിൾ എടുത്ത് ഓടുന്നു. ഞാൻ ഇന്ന് ഫസ്റ്റ് കളി 35 ബോൾ കളിച്ചു, 33 ബോൾ കളിച്ചു. രണ്ടാമത്തെ കളി 17 ബോൾ കളിച്ചു. ടെന്നീസ് ബോളിലാണെങ്കിൽ ഇത്രയും ബോൾ കളിക്കൂ. ഇത്രയും ബോൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കോർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ കളിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ് കളിക്കണമെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൈൻഡൊക്കെ മാറി വരും. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അതായത് നമ്മൾ അടിക്കുന്ന 6ഉം 4ഉം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വിക്കറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഗെയിം എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ അത് അടിയടാ ഇത് അടിയടാന്ന് പറയുമ്പോൾ ബോൾ നോക്കുമ്പോഴത്തേക്ക് തൂക്കി ഇങ്ങനെ പഴങ്ങണക്കുള്ള ബോൾ അടിക്കാൻ പാടവിടെ അറിഞ്ഞുകൂടാത്തവനാണല്ലോ നീയൊക്കെ എന്ന് പറയും. പക്ഷേ അവിടെ പോയി നിന്ന് അതിന്റെ കറക്റ്റ് നമ്മൾ ജഡ്ജ് ചെയ്ത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്. രണ്ടാമത്തെ കളിയിൽ 140 എറിയണ ബോൾ വരെ കളിക്കാൻ പറ്റും നമ്മളെ കൊണ്ട്. പക്ഷേ തൂക്കി എറിയണ ബോൾ കളിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. ഇന്ന് തന്നെ രണ്ടാമത്തെ കളി ഞാൻ ഇറങ്ങിയപ്പോൾ 10ാമത്തെ ഓവറാണ് നടക്കണം. അപ്പൊ നമുക്ക് സ്കോർ 80 കണ്ടുണ്ട്. എന്നിട്ട് 17ാമത്തെ ഓവറാണ് ഞാൻ ഔട്ടാണ്. അതായത് 8ാമത്തെ ഓവർ ഇട്ട് അടിച്ച് തുടങ്ങാൻ വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഔട്ടായി. 7 ഓവർ ഒരു മീഡിയം ഫാസ്റ്റ് പോലും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്യാനുള്ള ട്രൈയെങ്കിലും ചെയ്തനാ. ഇത് 40 ഒരു മാമച്ചി വന്ന് അയാൾ നല്ല ഐഡിയ ഉപയോഗിച്ചാണ് എറിയണ. അതാ ബോൾ അടിക്കാൻ പറ്റൂല, അടിച്ചു കഴിഞ്ഞാൽ ഔട്ടാവും. അല്ലെങ്കിൽ അത്രയും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നവരായിരിക്കും. നമ്മുടെ ഇതില് തട്ടി കളിക്കുന്നവർക്ക് നമുക്ക് പ്രത്യേകിച്ച് അത് പറയാൻ നമുക്ക് നാണക്കേടില്ല. നമ്മൾ ഒന്നുമല്ല ഇതിൽ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞ സെൻസിബിൾ ആയിട്ട് കളിക്കുന്ന ആൾക്കാർക്കാണ് വില. ഇന്ന് തന്നെ നമ്മളെ കളി ജയിച്ച ആൾ അവിടെ തട്ടി നിന്നുകൊണ്ടാണ് കളി ജയിച്ചത്. കാരണം 120 റണ്ണുണ്ട്, നമുക്ക് 6 ഓവർ അടി ജയിക്കണം. ഞാൻ ടെന്നീസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം, കാരണം അവിടെ അടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലോങ് ഇന്നിങ്സ് കളിക്കുമ്പോൾ നമ്മൾ എല്ലാം റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കണം. അതിലാണ് കളി. അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഊര് തണ്ടിയൊക്കെ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയത്. കാരണം ഊര് തണ്ടി ഇതെല്ലാം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. പല സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരം ആൾക്കാർ ഓരോരുത്തരം എക്സ്പീരിയൻസ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കളിക്കറിയാന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ എതിർബോൾ കളിക്കുന്ന ആൾക്കാർ ഒരിക്കലും വന്ന് ഇങ്ങനെ കുറ്റമോ അങ്ങനെ ഒന്നും പറയില്ല. ഇത് ഒന്നും എനിക്ക് തോന്നുന്നു കളിക്കാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ടി വിയിൽ നിന്ന് കണ്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ്. ഒന്ന് ഹിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ശരിയായിരിക്കും. എന്നാ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കുള്ള മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തി തരിക. ഇങ്ങനെ വേണം ബ്രോ കളിക്കുക. എനിക്ക് അങ്ങനെ കുറെ ആൾക്കാർ തരാറുണ്ട്. അവർ നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതേസമയം നെഗറ്റീവ് എന്തൊരു കളി അടിയുടെ ഇങ്ങനെ കളിക്കണമെന്ന് പറയണവന്മാർ ഒരിക്കലും നമ്മള് അപ്പൊ അവരാരും നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരെ അല്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നിങ്ങൾ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാം. അല്ലെ ബ്രോ ഇതാണ് പേഴ്സണലായിട്ട് മെസ്സേജ് ഒന്ന് നമുക്ക് പറഞ്ഞു. അല്ലാതെ വാണക്കയുടെ പള്ള് ഇതൊക്കെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നമ്മളെ കളി പഠിപ്പിക്കുന്ന ആൾക്കാർ നിങ്ങളൊക്കെ ഇന്ത്യൻ ടീമിൽ കളിക്ക്. ഇപ്പൊ ഞാൻ പറയാം, നമ്മളൊക്കെ ഇതൊരു എൻജോയ്മെന്റ് കളിക്കുകയാണ്. ഇതിൽ നമ്മൾ ടെക്നിക്കൽ വൈസ് നമുക്ക് തെറ്റുകൾ കാണും. അപ്പൊ നമ്മളത് ശരിയാക്കാൻ വേണ്ടിയാണ് ഓരോ മാച്ചും കളിക്കുന്നത്. അത് ശരിയാവും, പോകെ നമ്മൾ ശരിയാവും. കാണുന്നവർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ കളിച്ചോണ്ടുന്ന കളിയല്ല നമ്മൾ ഇപ്പൊ കളിക്കണം. പിന്നെ വേറെ കേസ് ഒറ്റ കാര്യം പറയാം, നമ്മൾ എന്തൊരു നല്ലത് ചെയ്താലും അതിന് ചീത്ത പറയാനും ആൾക്കാർ കാണും, നല്ലത് പറയാനും ആൾക്കാർ കാണും. ഈ കമന്റ് ഉള്ളവർ അത്ര തന്നെ, അവർക്ക് അതിന്റെ ആ ഒരു നോളജ് അത്ര തന്നെ, മനസ്സിലായില്ലേ? അല്ല ഞാൻ പറഞ്ഞത് അതാണ്. നിങ്ങൾ നമ്മളെ നാട്ടിൽ കളിക്കുന്ന 6 ഓവർ ടെന്നീസ് ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും ഇത് പറയില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇത് ഇൻഫ്ലുവൻസേഴ്സ് ആയതിനു ശേഷം നമ്മളെല്ലാം ഈ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് 4 ആൾ അറിയാൻ ശേഷമായിരിക്കും നിങ്ങൾ ഞാൻ ക്രിക്കറ്റ് കളിക്കും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടെന്നീസ് ബോൾ നമ്മൾ കളിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. ക്രിക്കറ്റർ ടു ക്രിയേറ്റർ ആണ്. അതായത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റർ ടു ക്രിക്കറ്റർ ആയിരിക്കും, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ലെതർ ബോൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും നിങ്ങൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കും. എല്ലാവരും എൻജോയ്. കാരണം ഇനി എത്ര നാൾ നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞൂടാ. സോ എൻജോയ്, ഓരോ നിമിഷം നിങ്ങൾ എൻജോയ് ലൈഫ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കളി തോറ്റിരിക്കുകയാണ്. നാളത്തെ ഒരു കളി നമ്മൾ ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഈ കപ്പ് അടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു ഓൾ.